പ്രധാനപ്പെട്ട എന്റർടൈൻമെന്റ് ആണ് സിനിമ. ഞാൻ എല്ലാ ദിവസവും ഒരു സിനിമ കാണാൻ ശ്രമിക്കുന്ന ആള് എന്ന് പറഞ്ഞാൽ ട്രോളാവത്തില്ലല്ലോ അല്ലേ? ഇല്ല. എല്ലാ ദിവസവും ഒരു സിനിമ കാണാൻ ശ്രമിക്കുന്ന ആളാണ്. പുതിയ സിനിമകളെല്ലാം തന്നെ ഞാൻ സെക്കൻഡ് ഷോ പോയി കാണും. നമ്മൾ ഇന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന ദിവസം ഓഫീസർ ഓൺ ഡ്യൂട്ടി കാണാൻ സെക്കൻഡ് ഷോയുടെ ടിക്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ പുതിയ സിനിമകളും കാണും. അതിപ്പം നല്ലതായാലും മോശമായാലും കാണും. അപ്പോൾ ഞങ്ങൾ ഇപ്പം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം ജോബി റിനോ പിന്നെ ഞങ്ങൾ കുറച്ചൊരു സിനിമ കമ്പനിക്കാരുണ്ട്, ഞങ്ങളെല്ലാം കൊണ്ടാണ് സിനിമ കാണാൻ പോകുന്നത്. പിന്നെ പല ഗ്യാങ് ഉണ്ട്. എനിക്ക് വേറൊരു ഗ്യാങ് ഉണ്ട്, പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥാപനത്തിലെ അനിൽ, ഞങ്ങൾ വേറൊരു ഗ്യാങ് ഉണ്ട്. പാലക്കാട് MLA ആയപ്പോൾ പാലക്കാട് പുതിയൊരു സിനിമാ ഗ്യാങ്. അപ്പോൾ നമ്മൾ പോയി കഴിയുമ്പോൾ ആദ്യം ഉണ്ടാക്കുന്ന ഗ്യാങ്ങുകളിലൊന്ന് സിനിമാ ഗ്യാങ്ങാണ്. സിനിമ ഇങ്ങനെ കാണാൻ നമുക്കൊരു നമ്മുടെ വൈബിനോട് നിൽക്കുന്ന ഒരു ടീം എനിക്ക് വേണം. അതല്ലാതൊരു ടീമിനോടൊപ്പം സിനിമ കാണുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഹൊറബിൾ എക്സ്പീരിയൻസ് ആണ്. ഞാനപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും കൂടെ സിനിമ കാണില്ല. അപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ ഇനി ഇത് കാണാൻ പറ്റിയില്ല എങ്കിലും ഞാൻ എല്ലാ ദിവസവും ഒരു സിനിമ കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പറഞ്ഞു വന്നത് ഇപ്പോൾ ഈ സിനിമയുടെ പുതിയ കാലഘട്ടത്തിൽ ഒരുവിധം സംവിധായകന്മാരും സിനിമയുടെ അണിയറ പ്രവർത്തകരുമായിട്ടൊക്കെ ഒരു തെറ്റല്ലാത്ത ബന്ധം, അവരെ അങ്ങോട്ട് വിളിക്കുകയും അവരോട് സംസാരിക്കുകയും അവരുടെ സിനിമയുടെ കാര്യങ്ങളൊക്കെ അറിയുകയും ഒക്കെ ചെയ്യുന്ന, അവരോട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങനെ അതുകൊണ്ടൊക്കെ തന്നെ അവര് അങ്ങനെ പിന്നെന്താ പറയാ, പിന്നെ ഒരു ഡയലോഗ് പോലുമുള്ള വേഷങ്ങൾക്കൊന്നും ആയിരിക്കില്ല വിളിക്കുന്നത്. അതിങ്ങനെ അവരുടെ ഒരു സൗഹൃദത്തിൽ ഒരു ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് അവർ വിളിക്കണമല്ലോ. ഒരു പാസിംഗ് സീനിൽ കാണിക്കാന്നൊക്കെ പറഞ്ഞാൽ അവർ വിളിക്കേണ്ടത് അവരുടെ മര്യാദ. അത് നോ എന്ന് പറയേണ്ടത് അവരോടും എന്നോടും മലയാള സിനിമാ ലോകത്തോടുള്ള എൻ്റെ മര്യാദ എന്നുള്ളത് കൊണ്ട് അതില്ല. പക്ഷേ